അപ്സർക്കി അക്കാദമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്സ് ഗ്രേഡ് 2 പഠിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ക്ലാസ് ആണ്. അതായത് ഫാർമസ്യൂട്ടിക്സ് ഗ്രേഡ് 2 സിലബസ് അടിസ്ഥാനമാക്കി ഫാർമസ്യൂട്ടിക്സിൽ നിന്നുള്ള 500 MCQs ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ആദ്യത്തെ പാർട്ടിൽ നമുക്ക് ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനാവും. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ദ വീഡിയോ. First question, which biological indicator is used for the filtration sterilization? നമ്മൾ ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷൻ അല്ലെ, എപ്പോഴും ഫാർമസ്യൂട്ടിക്സിൽ നിന്ന് ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഏതാണെന്ന്. നമ്മൾ സ്റ്റെറിലൈസേഷന്റെ ആ ഒരു എഫിഷ്യൻസി കണ്ടെത്താനായിട്ട് നമ്മൾ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യും. ഇവിടെ പ്രധാനമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാസിലസ് സബ്സ്റ്റിലസ്, സ്യൂഡോമോണാസ് ഡിമിനൂട്ട, ബാസിലസ് പ്യൂമിലസ്, ബാസിലസ് സ്റ്റീറോതെർമോഫിലസ്. ഈ ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. ഇത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ ആണ്. ഓക്കെ, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷന്റെ ആണ്. ഏത് വരും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്യൂഡോമോണാസ് ഡിമിനൂട്ടയാണ്. ഓക്കെ, സ്യൂഡോമോണാസ് ഡിമിനൂട്ട. നമുക്ക് അതർ ഓപ്ഷൻസ് കൂടെ നോക്കാം. മോയിസ്റ്റ് ഹീറ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് ആണ്. ഡ്രൈ ഹീറ്റിലും ബാസിലസ് സബ്റ്റിലസ് ആണ് വരുന്നത്. ഡ്രൈ ഹീറ്റിൽ മാത്രമല്ല എഥിലീൻ ഓക്സൈഡ് ആൻഡ് ഫോർമാൽഡിഹൈഡ് ഇത് വെച്ചൊക്കെയുള്ള സ്റ്റെറിലൈസേഷന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാസിലസ് സബ്റ്റിലസ് ഓർഗാനിസം ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ബാസിലസ് പ്യൂമിലസ് യൂസ് ചെയ്യുന്നത് അയണൈസിങ് റേഡിയേഷനിലാണ്. അയണൈസിങ് റേഡിയേഷനിലും ആൻഡ് നമ്മൾ പറഞ്ഞു സ്യൂഡോമോണാസ് ഡിമിനൂട്ടി ആണെങ്കിൽ ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നു. അതുപോലെ ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് മോയിസ്റ്റ് ഹീറ്റ് കൂടാതെ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ഇതിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു ടേബിൾ നോക്കുക. പല പ്രാവശ്യവും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ. കൂടുതലും പ്രാവശ്യം മോയിസ്റ്റ് ഹീറ്റിന്റെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The time in minutes required to reduce the microbial population by 90% or 1 log cycle is known as. നമ്മുടെ സ്റ്റെറിലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ കുറെ ടേംസ് പഠിക്കാനുണ്ടല്ലോ. അതായത് എഫ് വാല്യൂ, ഇസഡ് വാല്യൂ, ഡി വാല്യൂ, അതുപോലുള്ള കുറച്ച് വാല്യൂസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ടേംസ് പറയുന്നുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു 90% ഓർഗാനിസത്തിനെയും നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്റ്റെറിലൈസേഷന്റെ ടൈം, അതിന് പറയുന്ന പർട്ടിക്കുലർ ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഏത് വരും? എഫ് ആണോ, ഇസഡ് ആണോ, ഡി ആണോ വരിക? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡി വാല്യൂ ആണ് കേട്ടോ. അതായത് 90% ഓർഗാനിസത്തിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ എടുക്കുന്ന മിനിമം ടൈം. ഓക്കെ, വിച്ച് ഡിനോട്ട് എ ടൈം ആണ് കേട്ടോ. ഡി വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ടൈം ആണ്. ഇനി നമുക്ക് അതർ ഓപ്ഷൻസ് കൂടെ നോക്കിയാലോ. ഡി വാല്യൂ ഇറ്റ്സ് അതർവൈസ് കോൾഡ് ഡെസിമൽ റിഡക്ഷൻ ടൈം. ഇനി എഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ തെർമൽ ഡെത്ത് ടൈം, അതും ഒരു ടൈം തന്നെയാണ്. അതായത് ഒരു ലോഗ് സൈക്കിൾ ആണ് ഡി വാല്യൂ. അങ്ങനെയെങ്കിൽ 12 ലോഗ് സൈക്കിളിന് എടുക്കുന്ന റിഡക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എഫ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, 12 ലോഗ് സൈക്കിളിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ടൈം പീരീഡ് ആണ് എഫ് വാല്യൂ. ഇനി ഇസഡ് വാല്യൂ എന്താണ്? അതായത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 90% മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്ന ടൈമാണ് ഡി വാല്യൂ. ഈ ഒരു ഡി വാല്യൂ 1 ലോഗ് സൈക്കിൾ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടെമ്പറേച്ചർ ചേഞ്ചിനെയാണ് നമ്മൾ ഇസഡ് വാല്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, 3 ടേമും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതുപോലെ തന്നെ N0 എന്ന് പറഞ്ഞാല് ബയോ ബർഡൻ ആണ്. ബയോ ബർഡൻ എന്താണ്? ബയോ ബർഡൻ നമ്മൾ സ്റ്റെറിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ നമ്പർ, അതാണ് ബയോ ബർഡൻ എന്ന് പറഞ്ഞാല്. ആൻഡ് NU എന്ന് പറഞ്ഞാല് പ്രോബബിലിറ്റി ഓഫ് നോൺ സ്റ്റെറിലിറ്റി. എന്താ പ്രോബബിലിറ്റി ഓഫ് നോൺ സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാല്? പ്രോബബിലിറ്റി ഓഫ് നോൺ സ്റ്റെറിലിറ്റി ഇതെന്ന് വെച്ചാല് നമ്മൾ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ വെച്ചിട്ട് ഒരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് സ്റ്റെറിലൈസേഷൻ നടത്തി. അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോഴും അവിടെ ഓർഗാനിസം പ്രസന്റ് ആണ്. ആ ഒരു ടേമിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് നോൺ സ്റ്റെറിലിറ്റി. എത്രമാത്രം സ്റ്റെറൈൽ ആവാതെ നിൽക്കുന്നു അതിന്റെ കണക്കിനെയാണ് നമ്മൾ
NU എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ N0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ അളവാണെങ്കിൽ NU എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ അവിടെ പ്രസന്റ് ആയിരിക്കുന്ന മൈക്രോബ്സിന്റെ എമൗണ്ടിനെയാണ് NU വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മില്ലിപോർ ഗ്രേഡ് GS മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ഹൗ പോർ സൈസ്. നമുക്ക് മെംബ്രെയിൻ ഫിൽറ്റേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് മില്ലിപോർ ഗ്രേഡ് GSഉം അതുപോലെ GAയും. ഇവിടെ GSന്റെ പോർ സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 0.45, 0.22, 0.75, 95 മൈക്രോമീറ്റർ. എത്രയാണ് കറക്റ്റ് ആൻസർ വരുന്നത്? മില്ലിപോർ ഗ്രേഡ് GSന്റെ വരുന്നത് 0.22 ആണ്. എന്താണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്? അതായത് 0.22 മൈക്രോമീറ്ററിന് ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾസും ഇതിലൂടെ പാസ് ചെയ്യില്ല. കാരണം അതിന് മുകളിലായിട്ടുള്ള അല്ലെങ്കിൽ 0.22 മൈക്രോമീറ്ററിനോട് ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള എല്ലാ പാർട്ടിക്കിൾസും ഈ ഒരു ഫിൽറ്ററിലേക്ക് ബ്ലോക്ക് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഫിൽറ്ററിൽ ട്രാപ്പ് ചെയ്യപ്പെടും. അതിന്റെ എമൗണ്ട് ആണ് അല്ലെങ്കിൽ അതാണ് പോർ സൈസ് കൊണ്ട് നമ്മൾ അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, മില്ലിപോർ ഗ്രേഡ് G അല്ല HA ആയിരുന്നു. HA എന്ന് പറയുന്നത് 0.45 മൈക്രോമീറ്റർ ആണ് പോർ സൈസ് വരുന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണ്? 0.45 മൈക്രോമീറ്ററിന് മുകളിലുള്ള മൈക്രോബ്സ് അല്ലെങ്കിൽ എന്ത് പാർട്ടിക്കിൾ ആണെങ്കിലും ഇവിടെ ട്രാപ്പ് ചെയ്യപ്പെടും. അതാണ് മില്ലിപോർ ഗ്രേഡ് HA ആൻഡ് GS. ഓക്കെ, അപ്പം ഇതാണ് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോറസ് മെംബ്രെയിൻസ്. രണ്ടും സെല്ലുലോസ് അസിറ്റേറ്റ് ആൻഡ് നൈട്രേറ്റ്സ് ഒക്കെ കൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ മെറ്റീരിയൽ പറയുന്നത് സെല്ലുലോസ് അസിറ്റേറ്റും സെല്ലുലോസ് നൈട്രേറ്റും ആണ്. ഇതിൽ HA ഫിൽറ്റേഴ്സ് നമ്മൾ ജനറൽ യൂസിനും ക്ലാരിഫിക്കേഷനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ GS ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഫിൽട്രേഷൻ ഓഫ് സ്മോളർ മോളിക്യൂൾസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. മിൽക്ക് ഈസ് പാസ്ചറൈസ്ഡ് ഇൻ ബാച്ച് മെത്തേഡ് ബൈ കീപ്പിംഗ് ഇൻ ടൈറ്റ്. നമ്മുടെ മിൽക്കിന്റെ സ്റ്റെറിലൈസേഷനെയാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഈ പാസ്ചറൈസേഷനിൽ രണ്ട് മെത്തേഡ് വരുന്നുണ്ട്, അതായത് ഹോൾഡ് മെത്തേഡും ആൻഡ് ഫ്ലാഷ് മെത്തേഡും. ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ 63 ഡിഗ്രി സെൽഷ്യസ് ടു ഫോർ 30 മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 60 സെക്കൻഡ്, 73 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്, 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 6 മിനിറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 63 ഡിഗ്രി ഫോർ 30 മിനിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 62.8 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഹോൾഡർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഫ്ലാഷ് മെത്തേഡ് ആണെങ്കിൽ 71.6 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്സ്. ഇവിടെ ഓക്കെ 60 സെക്കൻഡ്സ് വന്നുകൊണ്ടാണ് നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റാത്ത വന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. രണ്ടെണ്ണം ഉണ്ട്. ഇത് എല്ലാം എന്താണ് മോസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ് കേട്ടോ. മോസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ നമ്മൾ ലെസ് ദാൻ 100, ഈക്വൽ ടു 100 ആൻഡ് ഗ്രേറ്റർ ദാൻ 100 ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ലെസ് ദാൻ 100 എക്സാമ്പിൾ ആണ് പാസ്ചറൈസേഷൻ. ഈസ് ഈക്വൽ ടു 100, അതായത് 100 ഡിഗ്രി സെൽഷ്യസിലെ എക്സാമ്പിൾ ഏതാണ്? ടിൻഡലൈസേഷൻ വരുന്നു അല്ലെ. ദെൻ 100 ഡിഗ്രി സെൽഷ്യസിന് എബോവ് വരുന്നത് നമ്മുടെ ഇതാണ് എന്താ ഓട്ടോക്ലേവ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ മോസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് പ്രോസസ് ഓഫ് മോസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ at the 120 degree Celsius temperature and 20 psi pressure the holding time for the material. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും കാണുന്നത് അല്ലെങ്കിൽ എപ്പോഴും പറയുന്നത് ഏതൊരു ടൈം പീരീഡിനെ കുറിച്ചൊക്കെയാണ്? 121 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ നമ്മൾ 15 psi പ്രഷറിൽ 15 മിനിറ്റ്സ് ചെയ്യുന്ന സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ ഇവിടെ മോസ്റ്റ് ഹീറ്റിൽ അല്ലെങ്കിൽ ഓട്ടോക്ലേവിൽ 126 ഡിഗ്രി സെൽഷ്യസിൽ എത്ര ടൈം നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യണം അതാണ് ചോദിച്ചിരിക്കുന്നത്. 15 മിനിറ്റ്സ്, 30 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 3 മിനിറ്റ്സ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ 10 മിനിറ്റ്സ് ആണ് കേട്ടോ. ടെമ്പറേച്ചർ കൂടിയപ്പോൾ ടൈം പീരീഡ് കുറച്ചുകൂടെ കുറയ്ക്കാം അല്ലെ. ഇതാ നോക്കിക്കേ, ഹോട്ട് എയർ ഓട്ടോക്ലേവിന്റെ 4 ഡിഫറെന്റ് ടെമ്പറേച്ചറും അവിടെ എടുക്കുന്ന ടൈമും അതുപോലെ പ്രഷറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. 115 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 30 മിനിറ്റ്സ് 10 പ്രഷർ ആണ് വരുന്നത്. ഇനി കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് 121 ആണ്. 121 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ആൻഡ് 15 സ്റ്റീം പ്രഷർ. ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 126 ഡിഗ്രി സെൽഷ്യസ് ആണ് എങ്കിൽ 10 ആണ് ഹോൾഡിംഗ് ടൈം വരുന്നത് ആൻഡ് 20 ആണ് സ്റ്റീം പ്രഷർ വരുന്നത്.
ദെൻ 134 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഹോൾഡിംഗ് ടൈം വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ 126 ഡിഗ്രി സെൽഷ്യസിൽ എത്ര മിനിറ്റ് ഹോൾഡ് ചെയ്യണമെന്നായിരുന്നു, വിച്ച് ഈസ് 10 മിനിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കെമിക്കൽ ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ദ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ? നമ്മൾ റേഡിയേഷൻ സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഇൻഡിക്കേറ്റർ ഏതാണ്? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എല്ലാ സ്റ്റെറിലൈസേഷനിലും യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു അല്ലെ. ഇനി നമുക്ക് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ പഠിക്കാം. സ്ട്രൈപ്പ് പേപ്പേഴ്സ്, ബ്രൗൺ ട്യൂബ്സ്, റോയി സാക്കറ്റ്സ്, ഡോസിമീറ്റേഴ്സ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഡോസിമീറ്റേഴ്സ് ആണ് നമ്മൾ റേഡിയേഷൻ സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ. ഈ ഡോസിമീറ്റേഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവ നമ്മുടെ റേഡിയേഷനെ, അല്ലെങ്കിൽ ആ ഒരു റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ആണല്ലോ, അപ്പം എന്തെങ്കിലും റേഡിയേഷൻ ആയിരിക്കുമല്ലോ അവിടെ കൊടുക്കുന്നത്. ഈ റേഡിയേഷനെ ഇത് അബ്സോർബ് ചെയ്യും. ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇതിൽ പറ്റും. അതിനെയാണ് നമ്മൾ ഡോസിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതർ ഓപ്ഷൻസ് നോക്കിക്കേ. ഡ്രൈ ഹീറ്റിൽ നമ്മൾ ബ്രൗൺ ട്യൂബ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രൗൺ ട്യൂബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ടെമ്പറേച്ചർ കണ്ടീഷൻസിനെ ഇതിന് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ഒരു ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രൗൺ ട്യൂബിന് കേപ്പബിലിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ, മോസ്റ്റ് ഹീറ്റിന് സ്ട്രൈപ്പ് പേപ്പേഴ്സ്. എന്താണ് അവിടുത്തെ പ്രത്യേകത? സ്ട്രൈപ്പ് പേപ്പേഴ്സ് ആണെങ്കിൽ ദേ ആർ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് സ്റ്റീം സ്റ്റെറിലൈസേഷന്റെ സമയത്ത് ഈ സ്റ്റീം നമ്മുടെ ആ ഒരു സ്ട്രൈപ്പ് പേപ്പേഴ്സിലേക്ക് ചെയ്തിറങ്ങും. അപ്പൊ അതിൻ്റെ അകത്ത് ഈ സ്ട്രൈപ്പ് പേപ്പേഴ്സിൽ ഓട്ടോക്ലേവ്, ഓക്കെ, ഓട്ടോക്ലേവ് എന്നൊക്കെ ഒരു കാണാത്ത ഇത് വെച്ചിട്ട് കെമിക്കൽ വെച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ദെൻ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റീം ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഈ ഓട്ടോക്ലേവ് എന്നുള്ള ലെറ്ററിങ് നല്ല തെളിഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ അവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും എമൗണ്ട് സ്റ്റീം അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതാണ് സ്ട്രൈപ്പ് പേപ്പേഴ്സ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. ഗേഷ്യസിന് യൂസ് ചെയ്യുന്നത് റോയി സാക്കറ്റ്സ്. ഫിൽട്രേഷൻ ആണെങ്കിൽ ബബിൾ പോയിന്റ് ടെസ്റ്റ്. റോയി സാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എഥിലിൻ ഓക്സൈഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോഴാണ് റോയി സാക്കറ്റ്സ് വരുന്നത്. അവിടെ എഥിലിൻ ഓക്സൈഡ് എന്തെങ്കിലും കളർ ചേഞ്ച് ആയിരിക്കും കാണിക്കുന്നത്. എഥിലിൻ ഓക്സൈഡ് കൊണ്ടുള്ള എന്തെങ്കിലും കളർ ചേഞ്ച് ആയിരിക്കും റോയി സാക്കറ്റ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ സെറാമിക് ഫിൽറ്റർ. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട് അല്ലെ. സിൻഡേർഡ് ഫിൽറ്റേഴ്സ്, സെറാമിക് ഫിൽറ്റേഴ്സ് ഒക്കെ. അപ്പൊ ഇവിടെ സെറാമിക് ഫിൽറ്റേഴ്സിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സെല്ലുലോസ് എസ്റ്റർ, പോർസലൈൻ, സെല്ലുലോസ് അസറ്റേറ്റ്, ആസ്ബസ്റ്റോസ്, ഗ്ലാസ്. ഏതാ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പോർസലൈൻ ആണ്. പോർസലൈൻ അല്ലെങ്കിൽ വേറെ എന്ത് പറയാം, കീസൽഗർ അല്ലെ. കീസൽഗറും നമ്മുടെ സെറാമിക് ഫിൽറ്റേഴ്സ് നമ്മൾ കോമ്പോസിഷൻ ആയിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഹെപ്പ ഫിൽറ്റേഴ്സ്. ഹെപ്പ ഫിൽറ്റേഴ്സിന് ആസ്ബസ്റ്റോസോ അല്ലെങ്കിൽ ഗ്ലാസോ ആയിരിക്കും. മില്ലിപ്പോർ ഫിൽറ്റേഴ്സിന്റെ കോമ്പോസിഷൻ ആണ് സെല്ലുലോസ് എസ്റ്റേഴ്സ്. ആൻഡ് സീഡ്സ് ഫിൽറ്റേഴ്സ് ആണെങ്കിൽ ആസ്ബസ്റ്റോസ് അല്ലെങ്കിൽ വുഡ് സെല്ലുലോസ് വരും. സെറാമിക് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ പോർസലൈൻ അല്ലെങ്കിൽ കീസൽഗർ. ഇനി സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ് ആണെങ്കിൽ ബോറോസിലിക്കേറ്റ് ഗ്ലാസും, സിൻഡേർഡ് മെറ്റൽ ഫിൽറ്റർ ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലും. ഇനി മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണെങ്കിൽ സെല്ലുലോസ് അസറ്റേറ്റ് അല്ലെങ്കിൽ സെല്ലോസ് നൈട്രേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മെംബ്രെയിൻ ഫിൽറ്റേഴ്സിന് രണ്ട് എക്സാമ്പിൾ അല്ലെ, GS ഉം HAയും. GSന്റെ എത്രയായിരുന്നു? 0.22 മൈക്രോമീറ്ററും ഇത് 0.45 മൈക്രോമീറ്ററും. ഓക്കെ, ഓർത്തിരിക്കാം. The next question, which of the following is non-ionizing radiation? താഴെ പറയുന്നതിൽ ഒരു non-ionizing radiation ഉണ്ട്. ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. Non-ionizing radiationന്റെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് പെനട്രേഷൻ പവർ കുറവായിരിക്കും അല്ലെ. നമ്മൾ റേഡിയേഷൻ സ്റ്റെറിലൈസേഷനിൽ അയണൈസിംഗ് യൂസ് ചെയ്യാറുണ്ട്, നോൺ അയണൈസിംഗ് യൂസ് ചെയ്യാറുണ്ട്. എക്സ്റേസ്, ബീറ്റ റേസ്, ഇൻഫ്രാറെഡ് റേസ്, ഗാമ റേസ്. ഏതായിരിക്കും നോൺ അയണൈസിംഗ് ആയിട്ടുള്ള റേഡിയേഷൻസ്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ് കേട്ടോ. അതായത് അയണൈസിംഗ് റേഡിയേഷന് ഹൈ എനർജി ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ അയണൈസിംഗ് പവർ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ഗാമ റേസും എക്സ് റേസും. ആൻഡ് നോൺ അയണൈസിംഗ് റേഡിയേഷൻസ് എന്ന് പറയുമ്പോൾ പെനട്രേഷൻ പവർ വളരെ കുറവായിരിക്കും, അതുപോലെ അതിന്റെ എനർജിയും കുറവായിരിക്കും. ദാറ്റ്സ് എക്സാമ്പിൾ ആണ് UV റേസ് ആൻഡ് ഇൻഫ്രാറെഡ് റേസ്. ഓക്കെ, ഇനി യുവിയുടെ സോഴ്സ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെർക്കുറി ലാമ്പാണ് യുവിയുടെ സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് മെക്കാനിസം വർക്ക്സ് വെൻ UV rays are applied in the sterilization method?
നമ്മൾ സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ നോൺ അയണൈസിങ് ആയിട്ടുള്ള UV യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഇവിടെ ഏത് മെക്കാനിസം ആണ് നടക്കുന്നത്? അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഏതാണ് കറക്റ്റ് ആയിട്ട് നടക്കുന്നത്? ഇവിടെ കറക്റ്റ് ആയിട്ട് നടക്കുന്നത് അബ്സോർപ്ഷൻ ആണ്. കാരണം നമ്മുടെ UV റേസ് അബ്സോർബ് ചെയ്യുന്നു, അതായത് ന്യൂക്ലിക് ആസിഡിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ന്യൂക്ലിക് ആസിഡ് ഇതിനെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ടു അഡ്ജസന്റ് പിരമിഡിൻ ബോണ്ടിങ് അവിടെ ഫോം ചെയ്യും, അതായത് ഒരു പിരമിഡിൻ ഡൈമർ അവിടെ ഫോം ചെയ്യും. അങ്ങനെ DNA റെപ്ലിക്കേഷൻ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു മൈക്രോബ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിനെ അവിടെ കില്ല് ചെയ്യുന്നത്. അപ്പം അബ്സോർപ്ഷൻ ആണ് നമ്മുടെ UV റേസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത്. Next question, the germicidal light produced by the mercury vapor lamp has wavelength. അപ്പൊ മെർക്കുറി വേപ്പർ ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജെർമിസിഡൽ ലൈറ്റ് അല്ലെ, അത് ഏതാ വരുന്നത്? UV ആണ് വരുന്നത്. ഈ UV-യുടെ വേവ് ലെങ്ത് ആണ് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 253.7 നാനോമീറ്റർ, 325.7 നാനോമീറ്റർ, 723.1 നാനോമീറ്റർ ആൻഡ് 352.7 നാനോമീറ്റർ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 253.7 നാനോമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ റേഡിയേഷൻ സ്റ്റെറിലൈസേഷനിൽ നമുക്ക് UV 200 to 400 നാനോമീറ്റർ വരുന്നുണ്ട് എങ്കിലും ഏറ്റവും പൊട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ജെർമിസിഡൽ എഫക്റ്റ് കാണിക്കുന്നത് 253.7 നാനോമീറ്റേഴ്സ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു വേവ് ലെങ്ത് ഉള്ള UV റേസ് ആണ്. ഓക്കെ, the next question നോക്കിക്കോ. ഫിൽറ്റർ ഇന്റഗ്രിറ്റി ടെസ്റ്റ് ക്യാൻ ബി കാരിഡ് ഔട്ട് യൂസിങ്. നമ്മുടെ ഫിൽറ്റേഴ്സ് അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇവയുടെ ഇന്റഗ്രിറ്റി ടെസ്റ്റിംഗ് നമുക്ക് എങ്ങനെയാണ് നടത്തുന്നത്? ബബിൾ പോയിന്റ് ടെസ്റ്റ്, വാട്ടർ ഇൻട്രൂഷൻ ടെസ്റ്റ്, ഡിഫ്യൂഷൻ ഫ്ലോ ടെസ്റ്റ്, ഓൾ ഓഫ് ദീസ്. ഏതാ കറക്റ്റ് ആൻസർ വരുന്നത്? ഓൾ ഓഫ് ദീസ് ആണ് അല്ലെ. അതായത് ബബിൾ പോയിന്റ് ടെസ്റ്റും വാട്ടർ ഇൻട്രൂഷൻ ടെസ്റ്റും ഡിഫ്യൂഷൻ ഫ്ലോ ടെസ്റ്റും എല്ലാം തന്നെ നമ്മുടെ ഫിൽറ്റേഴ്സിന്റെ ഇന്റഗ്രിറ്റി എഫിക്കസി അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇതിൽ ബബിൾ പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ പോർ സൈസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ബബിൾ പോയിന്റ് ടെസ്റ്റ്. ഇനി വാട്ടർ ഇൻട്രൂഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോബിക് ഫിൽറ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ, അവയ്ക്ക് നമ്മുടെ വാട്ടർ പെനട്രേഷനെ എത്രമാത്രം പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതിന്റെ എബിലിറ്റി ചെക്ക് ചെയ്യുന്നതാണ് വാട്ടർ ഇൻട്രൂഷൻ ടെസ്റ്റ്. ഇനി ഡിഫ്യൂഷൻ ഫ്ലോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിൽറ്ററിലൂടെ ഒരു പ്രഷറിന്റെ പ്രസൻസിൽ ഗ്യാസ് ഫ്ലോ ചെയ്യുന്നതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫ്യൂഷൻ ഫ്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ബബിൾ പോയിന്റ് ടെസ്റ്റ് ആണെങ്കിൽ ഡിറ്റർമൈൻ ദ പോർ സൈസ്, വാട്ടർ ഇൻട്രൂഷൻ ടെസ്റ്റ് ആണെങ്കിൽ ഹൈഡ്രോഫോബിക് ഫിൽറ്റേഴ്സിന്റെ വാട്ടർ പെനട്രേഷന്റെ പ്രിവെൻഷന്റെ എബിലിറ്റി നോക്കാനാണ് വാട്ടർ ഇൻട്രൂഷൻ ടെസ്റ്റ്. ആൻഡ് ഡിഫ്യൂഷൻ ഫ്ലോ ടെസ്റ്റ് ആണെങ്കിൽ ഫിൽറ്റേഴ്സിലൂടെ ഒരു ഗ്യാസ് ഫ്ലോ ചെയ്യുമ്പോൾ അത് മെഷർ ചെയ്യാൻ അണ്ടർ പ്രഷറിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ഡിസിൻറ്റഗ്രേഷൻ ടൈം ഓഫ് എ ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സ്. ഈ ലാസ്റ്റ് ഇയർ നടന്ന അനലിസ്റ്റ് എക്സാമിൽ വരെ ഈ ഒരു ഡിസിൻറ്റഗ്രേഷൻ ടൈം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളോടുള്ള ചോദ്യം ഫിലിം കോട്ടഡ് ടാബ്ലറ്റിന്റെ ഡിസിൻറ്റഗ്രേഷൻ ടൈം ഏതാണ്? 60 മിനിറ്റ്, 50 മിനിറ്റ്, 70 മിനിറ്റ് ആൻഡ് 30 മിനിറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? 30 മിനിറ്റ് ആണ് അല്ലേ വരുന്നത്. നമുക്ക് അതുപോലെ എല്ലാത്തിന്റെയും ഡിസിൻറ്റഗ്രേഷൻ നോക്കാം. ഡിസ്പോസ്ഡ് ടാബ്ലറ്റ്സ് ആണെങ്കിൽ 3 മിനിറ്റ്സ്, എഫോവസൻ ടാബ്ലറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സ്. ഇതിൽ ഏതോ ഒന്നായിരുന്നു അനലിസ്റ്റ് എക്സാമിൽ ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അൺകോട്ടഡ് ടാബ്ലറ്റ് ആണെങ്കിൽ 15 മിനിറ്റ് ആണ് ഡിസിൻറ്റഗ്രേഷൻ ടൈം. ഫിലിം കോട്ടഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 30 മിനിറ്റ് ആണ്. ഷുഗർ കോട്ടഡ് ആണെങ്കിൽ 60 മിനിറ്റും ആൻഡ് എൻറ്ററിക് കോട്ടഡ് ആണെങ്കിൽ 2 to 4 hours ആണ് പറയുന്നത്. 2 to 4 hours ഡിപ്പെൻഡ് അപ്പോൺ ദ സിറ്റുവേഷൻ ആയിരിക്കും അത് വരുന്നത്. അതായത് ഗ്യാസ്ട്രിക് എൻഡിങ് ടൈമിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും എൻറ്ററിക് കോട്ടഡിൻ്റെത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷൈനിങ് ഫ്ലേക്സ് ഫിനോമിനൻ ഇൻ ദ പാക്കേജിംഗ് കണ്ടന്റ്സ് ഈസ് സീനോ. നമ്മൾ പാക്കേജിംഗിൽ കാണുന്ന ഒരു എഫക്റ്റ് ആണ് ഷൈനിങ് ഫ്ലേക്സ് എന്ന് പറയുന്നത്. ഇത് ഏത് ടൈപ്പ് കണ്ടെയ്നേഴ്സിലാണ് കാണിക്കുന്നത്? പ്ലാസ്റ്റിക്, മെറ്റൽസ്, പേപ്പർ, ഗ്ലാസ്. ഏതിലാണ് കാണിക്കുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഗ്ലാസ്സിലാണ് കേട്ടോ. അതായത് ഗ്ലാസ്, നമ്മുടെ സോഡ ലൈം ഗ്ലാസ്, സിമ്പിൾ സോഡ ലൈം ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ചില ടൈമിൽ ആൽക്കലി എക്സ്ട്രാക്ട് ചെയ്ത് പോവാറുണ്ട് അല്ലെ. ആ ഒരു എക്സ്ട്രാക്ട് അവിടെ ഒരു സിലിക്കേറ്റ് റിച്ച് ലെയർ ഫോം ചെയ്യുകയും അത് സർഫസിൽ നിന്ന് ഊരിപ്പോയിട്ട് ഒരു ഷൈനിങ് പ്ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നീഡിൽ ഫോമിലോ ഒക്കെ
നമ്മുടെ ആ ഒരു സൊല്യൂഷനിൽ ഒക്കർ ചെയ്യും. അപ്പോൾ ഷൈനിങ് പ്ലേറ്റ് ആണെങ്കിൽ അതിനെ ഫ്ലേക്സ് എന്ന് പറയും. ഇനി നീഡിൽസ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ സ്പൈക്കൂൾസ് എന്നും പറയും. അപ്പോൾ ഇത് കാണപ്പെടുന്നത് മെയിൻ ആയിട്ട് ഗ്ലാസ്സിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൾഫർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൽക്കൈലേഷൻ മെത്തേഡ് ചെയ്യുന്നത് ഇതിന്റെ എതിരെയായിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹോട്ട് എയർ ഓവൻ ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ടു ദ ആർട്ടിക്കിൾ ബൈ. നമ്മളുടെ ഹോട്ട് എയർ ഓവൻ അല്ലെ, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മുടെ ആർട്ടിക്കിൾസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് മെത്തേഡ് വഴിയാണ്? കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആ ഒരു കോണ്ടാക്റ്റിലൂടെയാണ് അല്ലെ കണ്ടക്ഷൻ. അതായത് മെറ്റീരിയൽസ് തമ്മിൽ മുട്ടിയിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലൂയിഡ്, അതായത് ഒരു ലിക്വിഡോ ഗ്യാസോ, ഹോട്ട് ആയിട്ടുള്ള ഒരു ലിക്വിഡോ ഗ്യാസോ പാസ് ചെയ്തുകൊണ്ട് ഹീറ്റ് ആവുന്ന രീതിയാണ് കൺവെക്ഷൻ. ഇനി റേഡിയേഷൻ ആണെങ്കിലോ എന്തെങ്കിലും ഒരു വേവ്സ് വെച്ചിട്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വെച്ചിട്ട് ടെമ്പറേച്ചർ കൂട്ടുന്ന രീതിയാണ് റേഡിയേഷൻ. അപ്പൊ ഹോട്ട് എയർ ഓവനില് എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓൾ ഓഫ് ദ എബോ ആണ്. അതായത് 3 മെത്തേഡ് വഴിയും നമ്മുടെ ഹോട്ട് എയർ ഓവനിൽ ആ ഒരു തിങ്സിനെ ഹീറ്റ് ചെയ്താണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the following compounds are used as binders and adhesives except. താഴെ പറയുന്നതിൽ ബൈൻഡേഴ്സ് അല്ലെങ്കിൽ അഡ്ഹസീവ്സ് ആയിട്ട് യൂസ് ചെയ്യാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും എക്സിപിയൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരും, അത് പലപ്പോഴും കൺഫ്യൂസിങ് ആവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ എക്സിപിയൻസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കിന് ജസ്റ്റ് ആ ഒരു ടേബിൾ കാണാതെ പഠിച്ചു വെക്കാതെ നമ്മൾ ഇതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തന്നെ പഠിക്കാം. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് കുറച്ചുകൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ബൈൻഡേഴ്സ് അല്ലെങ്കിൽ അഡ്ഹസീവ്സ് അല്ലാത്ത കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കേഷ്യ, സ്റ്റാർച്ച്, സ്റ്റിയറിക് ആസിഡ്, സെല്ലുലോസ് ഡെറിവേറ്റീവ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അല്ലെ, സ്റ്റിയറിക് ആസിഡ്. സ്റ്റിയറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫാറ്റി ആസിഡ് ആണ്. ഈ ഫാറ്റി ആസിഡ് കോമൺലി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലൂബ്രിക്കന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലൂബ്രിക്കന്റ് യൂസ് ചെയ്യുന്നത്? അതായത് സ്റ്റിക്കിങ് ഉണ്ടാവില്ല, അതായത് നമ്മുടെ ആ ഒരു ഡൈ വാളിൽ തന്നെ ഈ ടാബ്ലറ്റ് പിടിച്ചിരിക്കില്ലേ, അങ്ങനെ വരുന്ന സമയത്തിൽ ടാബ്ലറ്റിനെ ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൂബ്രിക്കന്റ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം സ്റ്റിയറിക് ആസിഡ് ഈസ് എ ലൂബ്രിക്കന്റ്. Next question, in hard gelatin capsule the approximate capacity in mg of capsule number 0. അപ്പോൾ സീറോ കപ്പാസിറ്റി നമുക്കറിയാം, തേർഡ് ലാർജസ്റ്റ് ക്യാപ്സ്യൂൾ ആണ് സീറോ സൈസ് എന്ന് പറയുന്നത്. അതിൻ്റെത് 950 ആണോ കപ്പാസിറ്റി, 650, 450, 300? അതിന്റെ കപ്പാസിറ്റി കറക്റ്റ് എത്രയാ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് 450 ആണ് കേട്ടോ. സീറോയുടേത് 450 ആണ് വരുന്നത്. ഓപ്ഷൻ സി വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി 950 എന്ന് പറഞ്ഞാല് 000താണ്, ആൻഡ് 650 എന്ന് പറഞ്ഞാല് 000താണ്, ആൻഡ് 1 ക്യാപ്സ്യൂൾ സൈസ് 1ന്റെ വരുന്നത് 300 ആണ്. 2ന്റെ ആണെങ്കിൽ 250, 3ന്റെ ആണെങ്കിൽ 200, 4ന്റെ ആണെങ്കിൽ 150, ആൻഡ് 5ന്റെ ആണെങ്കിൽ 100 mg ആണ് കപ്പാസിറ്റി വരുന്നത്. ഇനി 000 നമ്മൾ എപ്പോഴും വെറ്റിനറി പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഹ്യൂമനിൽ യൂസ് ചെയ്യുന്ന ലാർജസ്റ്റ് ക്യാപ്സ്യൂൾ സൈസ് എന്ന് പറയുന്നത് 00 ആണ് വരുന്നത്. ഓക്കെ, 000 ഹ്യൂമനിൽ അങ്ങനെ കോമൺലി യൂസ് ചെയ്യാറില്ല. ദാറ്റ്സ് ഓൺലി ഫോർ ദ വെറ്റിനറി പർപ്പസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is used to evaluate disinfectant? ഡിസിൻഫെക്റ്റന്റിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരു GPAT ക്വസ്റ്റ്യൻ ആണ്. GPAT ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കൂടാതെ തന്നെ നമ്മുടെ ഫാർമസ്യൂട്ടിക്സ് ഗ്രേഡ് 2-ലും ഇതിനു മുമ്പേ ഡിസിൻഫെക്റ്റന്റിന്റെ ഇവാലുവേറ്റിനെ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഓപ്ഷനിൽ ഇല്ലാത്തത് ഏത്, ഓക്കെ അതല്ലാത്തത് ഏതെന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കേ. വിഡാൽ ടെസ്റ്റ്, VRDL ടെസ്റ്റ്, ചിക് മാർട്ടിൻ ടെസ്റ്റ്, നൺ ഓഫ് ദീസ്. ഏതാണ് ഡിസിൻഫെക്റ്റന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ടെസ്റ്റ്? കറക്റ്റ് ആൻസർ വരുന്നത് ചിക് മാർട്ടിൻ ടെസ്റ്റ് ആണ് കേട്ടോ. ഈ ചിക് മാർട്ടിൻ ടെസ്റ്റിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഈസ്റ്റോ ഹ്യൂമൻ ഫീക്കസോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു നോർമൽ കണ്ടീഷനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈസ്റ്റോ ഹ്യൂമൻ ഫീക്കസോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രോട്ടീൻസോ ഒക്കെ നോർമലി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി വിഡാൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈഫോയിഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് VRDL ടെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വൈറൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള HIV, ഹെപ്പറ്റൈറ്റിസ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വൈറൽ റിസർച്ച് ആൻഡ്
ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി. ഓക്കെ, നോട്ട് ഫോർ ഡിസിൻഫെക്റ്റന്റ്. ഇനി ഡിസിൻഫെക്റ്റന്റ് ടെസ്റ്റിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് റീഡൽ വാക്കർ ടെസ്റ്റ്. Okay, next question. As per USP, maximum concentration of benzalkonium chloride used as the preservative in the parenteral formulations. എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണുന്നതാണ് ബെൻസാൽക്കോണിയം ക്ലോറൈഡിന്റെ കോൺസെൻട്രേഷൻ 0.01%, 0.001%, 0.05%, 0.005%. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? 0.01 ആണ് കേട്ടോ, വിച്ച് ഇസ് എ പ്രിസർവേറ്റീവ് ആണ്. then അതുപോലെ തന്നെ ഇതൊരു ബ്രോഡ് സ്പെക്ട്രം പ്രിസർവേറ്റീവ് കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൈട്രോ ഡിസ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം? ഏത് ടൈപ്പ് ഡ്രഗ് ഡെലിവറി? അതായത് ഒക്യുലാർ ആണോ, അതായത് കണ്ണിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണോ, ട്രാൻസ്ഡെർമൽ ആണോ, നമ്മുടെ സ്കിൻ പാച്ചസിലോ ആയിട്ട് വെക്കുന്നതാണോ, മ്യൂക്കോസൽ ആണോ, നേസൽ ആണോ നൈട്രോ ഡിസ്ക് വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ട്രാൻസ്ഡെർമൽ ആണ് കേട്ടോ. ട്രാൻസ്ഡെർമലിൽ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന കണ്ടന്റ് നമ്മുടെ നൈട്രോഗ്ലിസറിൻ ആണ്. അതായത് ആൻജൈനയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ആന്റി ആൻജൈനൽ ഡ്രഗ് ആണ് നൈട്രോഗ്ലിസറിൻ. അപ്പോൾ ഇത് ചെസ്റ്റ് പെയിന് നമ്മൾ പാച്ചസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി അതുപോലെ തന്നെ സബ്ലിംഗ്വൽ ടാബ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് നൈട്രോഗ്ലിസറിന്റെ തന്നെ നൈട്രോസ്റ്റാറ്റുകൾ. ഓക്കെ, ഒക്യുലാറിന് ഒരു എക്സാമ്പിൾ ഒക്യൂസെർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാനുക്കോൾ ഈസ് ഓൾസോ നോൺ ആസ്. എന്താണ് മാനുക്കോൾ എന്ന് പറഞ്ഞാല്? സോഡിയം ആൽജിനേറ്റ്, ആൽജിനിക് ആസിഡ്, കാർബോപോള്, ഗ്വാർഗം. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ സോഡിയം ആൽജിനേറ്റ് ആണ്. സോഡിയം ആൽജിനേറ്റ് എന്ന് പറഞ്ഞാല് ഒരു കോമൺ ആയിട്ട് നമ്മൾ ജെല്ലിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സിപ്പിയന്റ് കൂടിയാണ് സോഡിയം ആൽജിനേറ്റ്. പിന്നെ അത് കൂടാതെ തന്നെ മെഡിസിനൽ പ്രോപ്പർട്ടി കൂടിയുണ്ട്. അതായത് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ്, അതായത് ഗ്യാസ്ട്രിക് അൾസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സോഡിയം ആൽജിനേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോട്ടിംഗ് ഓഫ് ബ്യൂഡാഗ്രിഡ് Ne40D ഓൺ ടാബ്ലറ്റ്സ് ഈസ് ഡൺ ടു പ്രിപ്പയർ. ബ്യൂഡാഗ്രിഡ് Ne40D നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? കൺട്രോൾഡ് റിലീസ് ഡ്രഗ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കൺട്രോൾഡ് ഡ്രഗ് റിലീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്യൂഡാഗ്രിഡ് Ne40D. Next question. During compression of the tablet, dwell time is. It's very important question ആണ്. നമ്മുടെ ടാബ്ലറ്റിന്റെ ആ ഒരു കംപ്രഷൻ സ്റ്റെപ്പ് ഉണ്ടല്ലോ, 2-3 സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത്. അതിൽ ഡ്വെൽ ടൈം എന്താണ് ഡിനോട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ഇറ്റ് ടേക്കൺ ഫോർ ദ പഞ്ചസ് ടു ഇജക്ട് ടാബ്ലറ്റ് അണ്ടർ ദ പ്രൈമറി കംപ്രഷൻ റോളേഴ്സ്. ടാബ്ലറ്റിനെ പഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം ആണോ, അതോ ഇജക്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം ആണോ? Time it taken for the punches to stop moving vertically and to achieve maximum penetration in the die under primary compression rollers. അതായത് നമ്മുടെ ഡൈ താഴെ ഇരിക്കുന്നു, പഞ്ചസ് മുകളിൽ ഇരിക്കുന്നു അല്ലെ. അപ്പൊ പഞ്ചസ് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് പ്രസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു മാക്സിമം താഴേക്ക് വെർട്ടിക്കലി മൂവ് ചെയ്ത് താഴേക്ക് എത്താൻ എടുക്കുന്ന ടൈമിനെയാണോ ഡ്വെൽ ടൈം എന്ന് പറയുന്നത്? അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ, ടൈം ഇറ്റ് ടേക്ക് ഫോർ ദ പഞ്ചസ് ടു പഞ്ച് ടാബ്ലറ്റ്. ഒരു ടാബ്ലറ്റ് പഞ്ച് ചെയ്യാൻ എടുക്കുന്ന മുഴുവൻ ടൈമിനെയാണോ ഡ്വെൽ ടൈം എന്ന് പറയുന്നത്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് നമുക്ക് ആ ഒരു വെർട്ടിക്കലി പഞ്ചസ് മൂവ് ചെയ്ത് മാക്സിമം മൂവ് ചെയ്ത് എത്തുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡ്വെൽ ടൈം എന്ന് പറയുന്നത്. നമ്മൾ കംപ്രഷന്റെ സ്റ്റെപ്പ് നോക്കിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഫില്ലിങ്, അതായത് നമ്മുടെ ഗ്രാനുൾസ് ഹോപ്പറിൽ നിന്ന് ഡൈ ക്യാവിറ്റിയിലേക്ക് ഫില്ല് ചെയ്യുന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ആണ് കംപ്രഷൻ. കംപ്രഷനിൽ തന്നെ ഒരു 3 സ്റ്റെപ്പ് വരുന്നുണ്ട്. ക്ലോസ് പാക്കിങ്, ഡിഫോർമേഷൻ ആൻഡ് ഡ്വെൽ ടൈം. ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഇനിഷ്യലി നമ്മൾ ആ ഒരു ഫില്ല് ചെയ്ത് കഴിയത്തില്ലേ, അന്നേരം തന്നെ ആ ഒരു പാർട്ടിക്കിൾസ് റീഅറേഞ്ച്മെന്റ് ചെയ്തിട്ട് മാക്സിമം വോളിയം അവിടെ റെഡ്യൂസ് ചെയ്ത് നിൽക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് ഡിഫോർമേഷൻ ഉണ്ടാവും, അതായത് പൗഡർ പാർട്ടിക്കിൾസിന് ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാക്കുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഒരു കൊഹറന്റ് കോമ്പാക്ട് അവിടെ ഫോം ചെയ്യാനാണ് ആ ഒരു ഡിഫോർമേഷൻ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാണ് ഡ്വെൽ ടൈം, അതായത് ആ ഒരു മാക്സിമം നമ്മുടെ പഞ്ചസ് വന്ന് പെനട്രേറ്റ് ചെയ്തെടുക്കുന്ന ടൈം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇജക്ഷൻ, അതായത് ഡൈ ക്യാവിറ്റിയിൽ നിന്ന് നമ്മുടെ ടാബ്ലറ്റ് ഇജക്ട് ചെയ്യുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എൻഡറിക് കോട്ടിംഗ് മെറ്റീരിയൽസ്? താഴെ പറയുന്നതിൽ എൻഡറിക് കോട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തത് ഏതാണ്? സെല്ലോസ് അസറ്റേറ്റ് താലേറ്റ്, ജെലാറ്റിൻ സൊല്യൂഷൻ, അക്രിലേറ്റ് പോളിമേഴ്സ്, ഷെല്ലാക്ക് അല്ലേ.
സെല്ലോസ് അസറ്റേറ്റിക് താലറ്റ് CAP ആണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി യൂസ് ചെയ്യാത്ത ഏതാണ് വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജെലാറ്റിൻ സൊല്യൂഷൻ ആണ് അല്ലെ. ജെലാറ്റിൻ സൊല്യൂഷൻ നമ്മൾ ക്യാപ്സ്യൂൾസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അക്രിലേറ്റ് പോളിമേഴ്സ് ഇല്ലേ, അതിന് എക്സാമ്പിൾ ആണ് പോളി അക്രിലേറ്റ്സ്, യുഡാഗ്രിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, കൺട്രോൾഡ് റിലീസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻഡറിക് കോട്ടിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഷെല്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ റെസിൻ ആണ്, അതും എന്താണ് എൻഡറിക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. നോൺ അക്യൂസ് ഓയിലി വെഹിക്കിൾ യൂസ്ഡ് ഇൻ ദ പേരന്റൽ ഡീപോട്ട് ഫോർമുലേഷൻസ്. അതായത് നമ്മൾ പേരന്റൽ സൊല്യൂഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു നോൺ അക്വസ് ഓയിലി വെഹിക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അരാക്കിസ് ഓയില്, പ്രൊപ്പിലീൻ ഗ്ലൈക്കോള്, ഈഥൈൽ ആൽക്കഹോള്, ഗ്ലിസറിൻസ്. അപ്പൊ നമ്മൾ അക്വസ് അല്ലാത്ത അല്ലെങ്കിൽ നോൺ അക്വസ് ആയിട്ടുള്ള ഓയിൽസും യൂസ് ചെയ്യാറുണ്ട്, ആൽക്കഹോൾസും യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ പർട്ടിക്കുലർ ആയിട്ട് ഓയിലി വെഹിക്കിൾ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏതാ വരിക? ഡയറക്റ്റ് ക്വസ്റ്റിനിൽ നിന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, അരാക്കിസ് ഓയിൽ ആണ് വരുന്നത്. അക്വസ് വെഹിക്കിൾ ആയിട്ട് നമ്മൾ വാട്ടർ ഫോർ ഇൻജെക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നോൺ അക്വസ് വെഹിക്കിൾ ആയിട്ട് ഓയിൽസ് യൂസ് ചെയ്യുക, അതായത് അരാക്കിസ് ഓയില്, കോട്ടൺ സീഡ് ഓയില്, ആൽമണ്ട് ഓയില്, സെസം ഓയില് പോലുള്ളവ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ആൽക്കഹോൾസ് ആണെങ്കിൽ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കാനും അതുപോലെ ഹയർ ആയിട്ടൊരു പെയിൻ ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് കോമൺലി യൂസ് ചെയ്യാറില്ല. ഓയിൽസ് ആണ് എപ്പോഴും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന നോൺ അക്വസ് വെഹിക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റി ഓക്സിഡന്റ് യൂസ്ഡ് ഇൻ ലിപ്സ്റ്റിക്സ്. ലിപ്സ്റ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഏതാണ്? യൂസ് ഇൻ കോക്കനട്ട് ഓയിൽ, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടോളുവിൻ, ടൈറ്റാനിയം ഡയോക്സൈഡ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടോളുവിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇയോസിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൈ ആണ്. അതുപോലെ കോക്കനട്ട് ഓയിൽ മോയ്സ്ചറൈസിങ്ങിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ടൈറ്റാനിയം ഡയോക്സൈഡിന് രണ്ട് ഇത് വരുന്നുണ്ട്, അതായത് ഒന്നാമതായിട്ട് UV ഫിൽറ്റർ ആയിട്ട് അത് യൂസ് ചെയ്യാം. പിന്നെ വൈറ്റ് പിഗ്മെന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈറ്റാനിയം ഡയോക്സൈഡ് യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞു BHT ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടോളുവിൻ ആണ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവ നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിനെ ഡൊണേറ്റ് ചെയ്യുന്നു ഫ്രീ റാഡിക്കൽസിലേക്ക്. അങ്ങനെ അതിനെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ BHT ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടോളുവിൻ ആണ് ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലിമുലസ് അമീബോസൈറ്റ് ലൈസേറ്റ് ടെസ്റ്റ് ഫോർ ദ പൈറജൻ? അപ്പൊ പൈറജൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ലാൽ ടെസ്റ്റ് അല്ലെ. ഇത് കൂടാതെ വേറൊന്നും കൂടി യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഏതായിരുന്നു? റാബിറ്റ് പൈറജൻ ടെസ്റ്റ്. ഇതിൽ മോർ സെൻസിറ്റീവ് ആയിട്ടുള്ളത് ലാൽ ടെസ്റ്റ് തന്നെയാണ്, പൈറജൻ അല്ല, ലാൽ ടെസ്റ്റ് തന്നെയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാൽ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡേഷൻ, കൊയാഗുലേഷൻ, ആൽക്കൈലേഷൻ, റിഡക്ഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കൊയാഗുലേഷൻ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ലാൽ ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോഴ്സ് ഷൂ ക്രാബിൽ നിന്ന് എടുത്തിട്ടുള്ള അതിന്റെ ബ്ലഡ് സെൽസുകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ബ്ലഡ് സെല്ലിൽ നിന്ന് ലൈസേറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ഈ ലാൽ ടെസ്റ്റ് നടത്തുന്നത്. ഇവിടെ എൻഡോടോക്സിൻ ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലാൽ ടെസ്റ്റ് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ലൈസേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എൻഡോടോക്സിൻ ഉണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ ക്ലോട്ടിംഗ് റിയാക്ഷൻസ് കാണിക്കാനായിട്ട് തുടങ്ങും. ലാൽ റിയേജന്റ് പെട്ടെന്ന് എന്താവോ ഒരു ക്ലോട്ടിംഗ് റിയാക്ഷൻസ് ട്രിഗർ ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തുണ്ട്, എൻഡോടോക്സിൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇതാണ് പ്രിൻസിപ്പിൾ വരുന്നത്. കൊയാഗുലേഷൻ ആണ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. പാക്ക് സൈസ് ഓഫ് ദ പീഡിയാട്രിക് ഓറൽ ഡ്രോപ്പ്. ഇതും ലാസ്റ്റ് ഇയർ ചോദിച്ചിരുന്ന ഒരു ഫാർമസി എക്സാംസിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പാക്ക് സൈസ് ഓഫ് ദ പീഡിയാട്രിക് ഓറൽ ഡ്രോപ്പ്. എത്രയാണ് പീഡിയാട്രിക് ഓറൽ ഡ്രോപ്പിന്റെ പാക്ക് സൈസ് വരുന്നത്? മെയിൻ ആയിട്ട് 3 എണ്ണം വരുന്നുണ്ട് കേട്ടോ. അതായത് 5, 10, 15 വരുന്നുണ്ട്. ഇത് പീഡിയാട്രിക് ഓറൽ ഡ്രോപ്പിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷനിൽ എന്തൊക്കെയാ ഉള്ളത്? 3, 7, 5 and 9. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? 5 ആയിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 5 കൂടാതെ 10ഉം 15 ml നമ്മൾ പീഡിയാട്രിക് ഓറൽ ഡ്രോപ്സുകൾ പാക്ക് ചെയ്യാറുണ്ട്. ഇനി പീഡിയാട്രിക് ലിക്വിഡ് ഓറൽ പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിലോ അതെപ്പോഴും 30 ml ആയിരിക്കും. ഓക്കെ, 30 ml ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ.
സോഫ്റ്റ് ഡ്രഗ് അപ്രോച്ച് ഫോർ ദ ഒക്യുലാർ ഡ്രഗ് ഡെലിവറി ഇൻവോൾവ്സ്. നമ്മുടെ സോഫ്റ്റ് ഡ്രഗ് അപ്രോച്ച് ഒക്യുലാർ ഡെലിവറിയിലേക്കുള്ള സോഫ്റ്റ് ഡ്രഗ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സൈറ്റ് സ്പെസിഫിക് ആക്ഷൻ, undergoes singular metabolic deactivation, both and none of them. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ സോഫ്റ്റ് ഡ്രഗ് അപ്രോച്ച് എന്ന് അറിയോ? അതായത് ഈ സോഫ്റ്റ് ഡ്രഗ് അപ്രോച്ചിൽ നമ്മുടെ ആ ഒരു കൊടുക്കുന്ന ഡ്രഗ് ഉണ്ടല്ലോ അത് എപ്പോഴും ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗിന് ഒരു ഒറ്റ മെത്തേഡ് വഴി മാത്രമേ മെറ്റബോളിസം ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് ഒരു പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സെയിം മെറ്റബോളിസം ആയിരിക്കും അത് എപ്പോഴും കാണിക്കുന്ന ഒരു സെയിം റൂട്ട് ഓഫ് മെറ്റബോളിസം. അതുപോലെ തന്നെ ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ സൈറ്റ് ഉണ്ടല്ലോ അവിടെ ചെന്നിട്ടായിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റബോളൈറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ഏരിയയിലും ഇതിന് ടോക്സിസിറ്റിയോ അങ്ങനെ ഒന്നും കാണിക്കില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം? സൈറ്റ് സ്പെസിഫിക് ആക്ഷൻ ആണ്, അതുപോലെ തന്നെ അണ്ടർഗോ സിംഗുലാർ മെറ്റബോളിക് ഡീആക്ടിവേഷൻ ആണ് ഇത് കാണിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി എന്താണ് അവിടെ സെയിം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റർ കോമൺലി യൂസ്ഡ് ഫോർ ദ ഗ്യാസ് പാക്ക് ജാർ. ഗ്യാസ് പാക്ക് ജാർ എന്താണ് മെയിൻ ആയിട്ട്? ഗ്യാസ് പാക്ക് ജാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അനറോബിക് കണ്ടീഷൻ ഉണ്ടല്ലോ, അതായത് ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗ്യാസ് പാക്ക് ജാർ. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ആയിട്ട് നമ്മളൊരു ഡൈ യൂസ് ചെയ്യും. ആ ഡൈ യൂസ് ചെയ്യുന്ന സമയത്ത് ഓക്സിജന്റെ പ്രസൻസ് വരുമ്പോഴത്തേക്കിന് അതൊരു ബ്ലൂ കളർ ആക്കുക, ബ്ലൂ കളർ ചേഞ്ച് ആവാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ഓക്സിജന്റെ ആബ്സെൻസിലാണ്. അപ്പൊ ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ ഏത് ഡൈ ആ വരുന്നത്? മെഥിലീൻ ബ്ലൂ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ പർട്ടിക്കുലർ ആയിട്ട് ഒരു അനറോബിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മെഥിലീൻ ബ്ലൂ സൊല്യൂഷൻ ഉള്ള സ്ട്രിപ്പോ പാഡോ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ മെഥിലീൻ ബ്ലൂ സൊല്യൂഷൻ ആദ്യം ബ്ലൂ ആണ്, പക്ഷെ ഇനി അത് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് ആബ്സെന്റ് ആവുന്ന സമയത്ത് ഇതെന്താവും? പെട്ടെന്ന് തന്നെ കളർലെസ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവാം നമ്മുടെ ആ ഒരു അനറോബിക് കണ്ടീഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ അനറോബിക് ഓർഗാനിസംസ് ഉണ്ടല്ലോ അതിന്റെ കൾച്ചേഴ്സിനാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾസ് ഓഫ് ദ ആക്സിലറൻസ് യൂസ്ഡ് ഇൻ ദ ടോപ്പിക്കലി അപ്ലൈഡ് ഡ്രഗ്സ് ഇൻക്ലൂഡ്. എന്താണ് ആക്സിലറൻസ് എന്ന് പറഞ്ഞാല്? ആക്സിലറൻസ് എന്ന് പറഞ്ഞാൽ പെനട്രേഷൻ എൻഹാൻസേഴ്സ് ആണ് കേട്ടോ. പെനട്രേഷൻ എൻഹാൻസേഴ്സ് ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ടോപ്പിക്കൽ പ്രിപ്പറേഷനിലാണ് യൂസ് ചെയ്യുന്നത്. ടോപ്പിക്കൽ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. സോ സ്കിന്നിലേക്ക് ഇവ പെനട്രേറ്റ് ചെയ്തിറങ്ങണം അല്ലെ. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ആക്സിലറന്റ് ഏതാണ്? DMF, DMA, DMSO, ഓൾ ഓഫ് ദ എബോ. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോ. കാരണം ഇവയെല്ലാം നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? പെർമിയേഷൻ എൻഹാൻസേഴ്സ് അല്ലെങ്കിൽ ആക്സിലറന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇത് രണ്ട് രീതിയിൽ ഇത് ആക്ട് ചെയ്യും. അതായത് ഒന്നാമതായിട്ട് സ്കിൻ ബാരിയർ പ്രോപ്പർട്ടിയെ ഡിസ്ട്രപ്റ്റ് ചെയ്യും, പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ ഡ്രഗ് സോലബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ രണ്ട് രീതിയിലാണ് ഇവയ്ക്ക് ആക്ഷൻ വരുന്നത്. എക്സാമ്പിൾസ് നോക്കിക്കോ. DMSO ഡൈമീഥൈൽ സൾഫോക്സൈഡ്സ് ഉണ്ട്, അതുപോലെ പ്രൊപ്പലീൻ ഗ്ലൈക്കോൾസ് PG ഉണ്ട്, ആൽക്കഹോൾസ് ആയിട്ടുള്ള എഥനോൺസ്, അസോൺസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. Next question, for a satisfactory plain tablet the minimum hardness should be. നമ്മൾ ടാബ്ലറ്റിന്റെ ഒരു ഇവാലുവേഷൻ ടെസ്റ്റിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് ഹാർഡ്നെസ് അല്ലെ, മിനിമം ഹാർഡ്നെസ് എത്ര വേണം എന്നുള്ളത്. 5 കിലോഗ്രാം, 2 കിലോഗ്രാം, 4 കിലോഗ്രാം, നൺ ഓഫ് ദ എബോവ്. ഇവിടെ കറക്റ്റ് പറയുന്നത് ഏകദേശം ഒരു 3.5 to 7 പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് നമുക്ക് പല ടെക്സ്റ്റുകളിലും കാണുന്നത് 4 കിലോഗ്രാം ആണ് കേട്ടോ. അതായത് നോർമൽ ടാബ്ലറ്റിന്റെ അല്ലെങ്കിൽ പ്ലെയിൻ ടാബ്ലറ്റിന്റെ ആണ്. ഇനി അത് കൂടാതെ ഓറൽ ടാബ്ലറ്റിനാണെങ്കിൽ 4 to 10 കിലോഗ്രാം ആണ് ഹാർഡ്നെസ് പറയുന്നത്. ഇനി കുറച്ചുകൂടി സോഫ്റ്റർ ആയിട്ടുള്ള ചൂവബിൾ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ 3 കിലോഗ്രാമും ആൻഡ് സസ്റ്റെയിൻഡ് റിലീസ് ടാബ്ലറ്റ്സുകൾ ഉണ്ടല്ലോ അവയ്ക്കാണെങ്കിൽ 10 to 20 കിലോഗ്രാമും ആണ് പറയുന്നത്. ഇനി ഈ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് ടോപ്സ് ഹാർഡ്നെസ് ടെസ്റ്റർ, സ്ട്രോങ് കോപ്പ് അപ്പാരറ്റസ് ആൻഡ് സ്ലിംഗർ ടെസ്റ്റ് അപ്പാരറ്റസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the in vitro dissolution testing of tablet is to.
നമ്മൾ ഇൻവിട്രോ ഡിസൊല്യൂഷൻ ടെസ്റ്റ് നടത്താറുണ്ട് അല്ലെ, ഡിസൊല്യൂഷൻ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 നോക്കിയാൽ, എ നോക്കിയാൽ കോറിലേറ്റ് വിത്ത് ഇൻ വിവോ ബയോ അവൈലബിലിറ്റി. ഇൻ വിവോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ബയോ അവൈലബിലിറ്റിയെ കോറിലേറ്റ് ചെയ്യാനാണോ, റിലേറ്റ് ഡ്രഗ് സോലബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി, ഡ്രഗിന്റെ സോലബിലിറ്റിയും പെർമിയബിലിറ്റിയും ഒക്കെ റിലേറ്റ് ചെയ്യാനാണോ, ടു പ്രെഡിക്ട് IV-IVC കോറിലേഷൻസ്. IV-IVC എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഇൻവിവോ കോറിലേഷൻസ് പ്രെഡിക്ട് ചെയ്യാനാണോ, ഓൾ ഓഫ് ദ എബോവ് ആണ്. അപ്പം നമ്മൾ ഡിസൊല്യൂഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ സ്റ്റഡീസ് നടത്തുന്നത് ഈ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് വരും കറക്റ്റ് ആൻസർ. അതായത് നമ്മുടെ ഡ്രഗ് ബോഡിയിൽ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബോഡി അതിനെ അബ്സോർബ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അതുപോലെ ഡ്രഗിന്റെ സോലബിലിറ്റി, പെർമിയബിലിറ്റി, എങ്ങനെയാണ് ഡിസൊല്യൂഷൻ നമ്മുടെ ഡ്രഗിന്റെ സോലബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു റേറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ IV-IVC കോറിലേഷൻ, അതായത് ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇൻവിവോ ഡിസൊല്യൂഷൻ പ്രൊഫൈലും ഇൻവിട്രോ ഡിസൊല്യൂഷൻ പ്രൊഫൈലും ഇൻവിവോ ബയോ അവൈലബിലിറ്റി നമുക്ക് അവിടെ കോറിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊമൽജൻസ് ആർ കമ്പോസ്ഡ് ഓഫ്. പ്രൊമൽജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ. പ്രൊമൽജൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു എമൽസിഫയർ ആണ്. ഇനി എങ്ങനെയുള്ള എമൽസിഫയർ ആണ്? ഇറ്റ് ഈസ് എ നോൺ അയണിക് എമൽസിഫയർ ആണ്. അത് കൂടാതെ തന്നെ ഇവയിൽ മിക്സ്ചർ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ദെയർ എത്തോക്സിലേറ്റ്സ് കാണുകയും ചെയ്യും. അപ്പൊ പ്രൊമൽജൻസ് മിക്സ്ചർ ഓഫ് ഫാറ്റി ആസിഡ്സ് ഉണ്ട് ആൻഡ് ദെയർ എത്തോക്സിലേറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു നോൺ അയണിക് എമൽസിഫയർ ആണ് പ്രൊമൽജൻ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? ബോത്ത് എ ആൻഡ് സി ആണ് കറക്റ്റ് വരുന്നത്. ഇനി ഒരു പ്രൊമൽജൻ എക്സാമ്പിൾ ആണ് പ്രൊമൽജൻ ഡി. ഇതൊരു നോൺ അയണിക് എമൽസിഫയർ ആണ്. ഇതിൻ്റെ അകത്തുള്ളത് സിറ്റെറൈൽ ആൽക്കഹോളും എർത്തുമാണ് ഉള്ളത്. അപ്പം നമുക്ക് ഡൗട്ട് വരാം, ഓപ്ഷൻ എയിൽ ഫാറ്റി ആസിഡ് അല്ലേ പറഞ്ഞിരുന്നത്. ഓക്കെ, ഫാറ്റി ആസിഡ് തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. ഫാറ്റി ആസിഡിനെ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ഫാറ്റി ആൽക്കഹോളും ആവാം. ഓക്കെ, ഫാറ്റി ആൽക്കഹോളും ആകാം. അപ്പം സിറ്റെറൈൽ ആൽക്കഹോളും സിറ്റെർത്ത് 20 ആണ് നമ്മുടെ പ്രൊമൽജൻ ഡി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോൺ അയണിക് എമൽസിഫയർ ആണ്. ഇതിൻ്റെ അകത്ത് സിറ്റെറൈൽ 20 എന്ന് പറഞ്ഞാൽ, സിറ്റെർത്ത് 20 എന്ന് പറഞ്ഞാൽ പോളി എഥിലീൻ ഗ്ലൈക്കർ ഈതർ ഓഫ് ദ സിറ്റെറൈൽ ആൽക്കഹോൾ. ഇതിന്റെ പോളി എഥിലീൻ ഗ്ലൈക്കോൾ ഈതർ ആണ്. അതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാൽ ദെയർ എത്തോക്സിലേറ്റ്സും കാണുമെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, വെതറിംഗ് ഓഫ് ദ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്. വെതറിംഗ് അല്ലെ, ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ കാണിക്കുന്ന, നമ്മൾ ഓൾറെഡി ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടുത്തെ വെതറിംഗ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൾഫർ ട്രീറ്റ്മെന്റ്, ഡീആൽക്കലൈസിംഗ് പ്രോസസ്സ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി ആണ് അല്ലെ. വെതറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസിന്റെ ഡീഗ്രഡേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. അതായത് മോയ്സ്ചറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഗ്ലാസിൽ നിന്നുള്ള ആൽക്കലി അയോൺസ് ലീച്ച് ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ ഒരു സൾഫർ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഡീആൽക്കലൈസേഷൻ പ്രോസസ്സോ വഴി നമുക്ക് ഈ ഒരു വെതറിങ്ങിനെ അവിടെ മിനിമൈസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത്? സൾഫർ ട്രീറ്റ്മെന്റിനാണെങ്കിൽ നമ്മുടെ ഗ്ലാസ് സർഫസിനെ സൾഫർ ഡയോക്സൈഡുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് വെതറിങ് അവിടെ പ്രിവെന്റ് ചെയ്യാം. ഇനി ഡീആൽക്കലൈസേഷനിലാണെങ്കിൽ ഗ്ലാസിൽ നിന്ന് ആൽക്കലി റിമൂവ് ചെയ്യുന്നു, ആൽക്കലി അയോൺസിനെ റിമൂവ് ചെയ്തുകൊണ്ടാണ് ആക്ട് ചെയ്യുന്നത്. സൾഫറിലാണെങ്കിൽ അവിടെ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും. ആൻഡ് ഡീആൽക്കലൈസേഷനിലാണെങ്കിൽ എന്താ പ്രത്യേകത? അവിടെ ആൽക്കലി അയോൺസിനെ റിമൂവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺസ്ക്രീൻ പ്രോഡക്റ്റ് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്നതിൽ എന്തൊക്കെയാണ് സൺസ്ക്രീനിൽ കാണപ്പെടുന്നത് അല്ലെ? ടൈറ്റാനിയം ഡയോക്സൈഡ്, ആവോബെൻസോൺ, സിങ്ക് ഓക്സൈഡ്, ഓൾ ഓഫ് ദ എബോവ്. ടൈറ്റാനിയം ഡയോക്സൈഡ് നമ്മൾ നേരത്തെ ഒരു ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, UV ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ എന്തായാലും ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് സൺസ്ക്രീനിൽ ഉണ്ടായിരിക്കും. പിന്നെ നോക്കിക്കേ, ആവോബെൻസോൺ ആൻഡ് സിങ്ക് ഓക്സൈഡ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. അതായത് ഈ ടൈറ്റാനിയം ഡയോക്സൈഡും സിങ്ക് ഓക്സൈഡും ഒക്കെ നമുക്ക് UV റേസിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബാരിയർ, ഫിസിക്കൽ ബാരിയർ ആയിട്ട് ഇവ രണ്ടും ആക്ട് ചെയ്യും. ഇനി ആവോബെൻസോൺ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ സൺസ്ക്രീൻ ഇൻഗ്രീഡിയന്റ് ആണ്. അതായത് ഇത് UV റേസിനെ എന്താ ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. മറ്റേത് റിഫ്ലക്ട് ചെയ്യുന്നു, ഇത്
അബ്സോർബ് ചെയ്യുന്നു. സോ എല്ലാ കോമ്പൗണ്ടും സൺസ്ക്രീനിൽ ഉള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഡിഫക്ട് ഇൻ ആൻ എമൽഷൻ മേക്ക് മോസ്റ്റ് അൺസ്റ്റേബിൾ? താഴെ പറയുന്ന എമൽഷൻ ഡിഫക്റ്റുകളിൽ ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ളത് ഏതാണ്? ക്രീമിങ്, ഫ്ലോക്കുലേഷൻ, ക്രാക്കിങ്, സെഡിമെന്റേഷൻ. ഇതെല്ലാം തന്നെ എന്താണ്? നമ്മുടെ എമൽഷന്റെ ഡിഫക്റ്റുകളാണ് അല്ലെ. ഇതിൽ മോർ അൺസ്റ്റേബിൾ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ക്രാക്കിംഗ് ആണ്. ക്രാക്കിംഗ് നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്താണ് ക്രാക്കിംഗ് എന്ന് പറഞ്ഞാല്? ഓയിൽ ആൻഡ് വാട്ടർ കംപ്ലീറ്റ് സെപ്പറേറ്റ് ആവുന്ന ഒരു സിവിയർ ഫോം ഓഫ് ഇൻസ്റ്റെബിലിറ്റി ആണ് ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഇന്റഗ്രിറ്റി തന്നെ നഷ്ടപ്പെട്ടിട്ട് അത് രണ്ട് സെപ്പറേറ്റ് ലിക്വിഡ് ആയിട്ട് മാറിപ്പോകും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒന്നാമതായിട്ട് പറഞ്ഞാല് ഓയിൽ ആൻഡ് വാട്ടർ ഫേസിന്റെ ഇൻകോമ്പാറ്റബിലിറ്റി, അല്ലെങ്കിൽ എമൽസിഫയർ ഫിലിം ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രീം ടെമ്പറേച്ചറിലേക്ക് എക്സ്പോസ് ആയതുകൊണ്ടോ, 3 കാരണങ്ങൾ കൊണ്ട് നമുക്ക് ക്രാക്കിംഗ് സംഭവിക്കാം. ഇനി ക്രീമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നില്ലെങ്കിൽ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഏറ്റവും മേളിലേക്ക് എത്തുന്ന ടോപ്പ് ഓഫ് ദ എമൽഷനിലേക്ക് ഫോം ചെയ്തിട്ട് എത്തിയിട്ട് ഒരു ഡിസ്റ്റിങ് ലെയർ ഫോം ചെയ്യുന്ന പ്രോസസ് ആണ് ക്രീമിങ്. പക്ഷെ ക്രാക്കിംഗ് പോലെയല്ല, ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ചിലപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, മാറ്റാനായിട്ട് പറ്റും. ഇനി ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റേഴ്സ് ഓഫ് ഡ്രോപ്ലെറ്റ് ഫോം ചെയ്യാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റെബിലിറ്റി ഇത് അഫക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ലെസ് യൂണിഫോം അപ്പിയറൻസ് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ എന്തൊക്കെയാണേലും ക്രാക്കിങ്ങിനെക്കാളും ഇത് ലെസ് സിവിയർ ആണ്, കാരണം നമുക്ക് ഇത് റീഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു ക്രീമിംഗ് പോലെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ബേസിസിലായിരിക്കും, ഡ്രിവൺ ബൈ ദ ഗ്രാവിറ്റി. ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്താൽ മതി. എന്തെങ്കിലും വിസ്കോസിറ്റി എൻഹാൻസേഴ്സ് യൂസ് ചെയ്താൽ സെഡിമെന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രിവെന്റ് ചെയ്യും. Next question, which of the following emulsifiers have the highest HLB value? Emulsifiers-ന്റെ HLB value important ആണ്. Highest HLB value കാണിക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, സോഡിയം ലോറൈൽ സൾഫേറ്റ് which is 40 ആണ് വരുന്നത്. ഇനി PEG 400-ന്റെ വരുന്നത് 8.2, സിട്രമൈഡിന്റെ ആണെങ്കിൽ greater than 50, സ്പാൻ 80-യുടെ ആണെങ്കിൽ 4.3. അതർ ഓപ്ഷൻസ് ആ പറഞ്ഞത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും എമൽസിഫയേഴ്സിന്റെ HLB വാല്യൂ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നോക്കിക്കേ, അക്കേഷ്യയുടെ വരുന്നത് HLB വാല്യൂ 8 ആണ്. സോ ഇതൊരു ഓയിൽ ഇൻ വാട്ടർ എമൽസിഫൈങ് ഏജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഗ്ലിസറൈൻ മോണോസ്റ്റിയറേറ്റ് ആണെങ്കിൽ 3.8 ആണ്, അതും വാട്ടർ ഇൻ ഓയിൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സോർബിറ്റോൾ മോണോസ്റ്റിയറേറ്റ് ആണെങ്കിൽ 4.7 ആണ്, അതും എന്താണ്, വാട്ടർ ഇൻ ഓയിൽ എമൽസിഫൈങ് ഏജന്റ് ആണ്. Then polysorbate 20 16.7 solubilizing agent, polysorbate 60 14.9 detergent, polysorbate 80 15 solubilizing agent, and sodium lauryl sulfate നമ്മൾ ഓൾറെഡി പറഞ്ഞു 40 ആണ് വരുന്നത്. സോഡിയം ഒലിയേറ്റ് ആണെങ്കിൽ 80, ട്രഗാക്കാന്ത് ആണെങ്കിൽ 13.2, ട്രൈ എഥനോൾ അമീൻ ആണെങ്കിൽ എഥനോളമീൻ ഒലിയേറ്റ് ആണെങ്കിൽ 12.0. ഓക്കെ, ഈ ഒരു ടേബിള് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞത് സോഡിയം ലോറൈൽ സൾഫേറ്റിന്റെ 40യോ, ഏറ്റവും കുറവ് നമ്മൾ പറഞ്ഞ ഏതാണ്, ഗ്ലിസറൈൽ മോണോസ്റ്റിയറേറ്റ് 3.8 എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is a non-erodible ophthalmic insert? അപ്പൊ ഒഫ്താൽമിക് പ്രോഡക്റ്റില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒഫ്താൽമിക് ഇൻസേർട്ടുകൾ. അതിൽ തന്നെ നമ്മൾ ഇറോഡിബിൾ എന്നും നോൺ ഇറോഡിബിൾ എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇറോഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ബയോളജിക്കലി അത് ഡീഗ്രേഡ് ആയി പോകും, നമ്മൾ എടുത്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നോൺ ഇറോഡിബിൾ എന്ന് പറഞ്ഞാൽ അത് ഡീഗ്രേഡ് ആയി പോവില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ലാക്രിസേർട്ട്, ഒക്യുസേർട്ട്, സോലുബിൾ ഒക്കുലാർ ഡ്രഗ് ഇൻസേർട്ട്, ഇതിനെ നമ്മൾ സോഡി എന്നാ പറയുന്നത്. ഓക്കെ, സോഡി ആൻഡ് മിനി ഡിസ്ക്. ഇതിലേതാണ് നോൺ ഇറോഡിബിൾ ആയിട്ടുള്ളത്? കറക്റ്റ് ആൻസർ വരുന്നത് ഒക്യുസേർട്ട് ആണ് കേട്ടോ. അതായത് നമ്മൾ ഒക്യുലാർ ഇൻസേർട്ടിനെ നോൺ ഇറോഡിബിൾ എന്നും ഇറോഡിബിൾ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. നോൺ ഇറോഡിബിൾ വരുന്നത് ഒക്യുസേർട്ടും കോണ്ടാക്ട് ലെൻസും. നമുക്കറിയല്ലേ, കോണ്ടാക്ട് ലെൻസ് നമ്മൾ തന്നെ റിമൂവ് ചെയ്യണം. ദെൻ ഇറോഡിബിളിൽ വരുന്നത് ലാക്രിസേർട്ട്, സോഡി ആൻഡ് മിനി ഡിസ്ക്, ഇത്രയാണ് വരുന്നത്. Next question, which of the following is not used as a thickening agent in the ophthalmic products? താഴെ പറയുന്നതിൽ ഒരെണ്ണം നമ്മൾ ophthalmic productsലെ thickening agent ആയിട്ട് യൂസ് ചെയ്യാറില്ല. മെഥൈൽ സെല്ലുലോസ്, CMC,
ഈതൈൽ സെല്ലുലോസ് PEG. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, ഈതൈൽ സെല്ലുലോസ് ആണ് നമ്മൾ യൂസ് ചെയ്യാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഈതൈൽ സെല്ലുലോസ് ഒരു നോട്ട് വാട്ടർ സോല്യൂബിൾ ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, തിക്കനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതൊരു സെല്ലുലോസ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതർ യൂസസ് പറയുന്നുണ്ട്. അതായത് ഫിലിം കോട്ടിംഗ് ഏജന്റ്, ബൈൻഡർ, ഡ്രഗ് കാരിയർ, ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈലൂട്ട് സസ്പെൻഷൻ ഹാവ് കോൺസെൻട്രേഷൻ ഓഫ് സോളിഡ്സ് ഇൻ ദ. നമുക്ക് സസ്പെൻഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, കോൺസെൻട്രേഷനും ഡൈലൂട്ടഡും. അപ്പൊ ആ ഒരു സോളിഡ് പ്രൊപ്പോർഷനെ വെച്ചിട്ടാണ് ഇങ്ങനെ ഡൈലൂട്ട് എന്നും കോൺസെൻട്രേറ്റഡ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡൈലൂട്ട് സസ്പെൻഷനിലെ സോളിഡിന്റെ കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 2 to 5%, 2 to 10%, 1 to 10%, 2 to 20%. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 2 to 10% വെയിറ്റ് ബൈ വോളിയം ആണ് വരുന്നത്. നമ്മൾ സോളിഡ് പാർട്ടിക്കിൾസിന്റെ പ്രൊപ്പോർഷൻ വെച്ചിട്ട് ഡൈലൂട്ട് എന്ന് ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞു. അതിൽ 2 to 10% ആണ് വരുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് കോർട്ടിസോൺ അസറ്റേറ്റും പ്രെഡ്നിസോളോൺ അസറ്റേറ്റും. ഇനി കോൺസെൻട്രേറ്റഡ് സസ്പെൻഷൻ ആണെങ്കിൽ 50% വെയിറ്റ് ബൈ വോളിയം ആണ് വരുന്നത്. സിങ്ക് ഓക്സൈഡ് സസ്പെൻഷൻ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, 3 എക്സാമ്പിളെ നമുക്ക് പല ടെക്സ്റ്റുകളിലും പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പഠിച്ചു വയ്ക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ആസ് ദ ഒഫ്താൽമിക് ഡയഗ്നോസ്റ്റിക് ഏജന്റ്. ഇവിടെ നമ്മൾ ഒഫ്താൽമിക് ഡയഗ്നോസ്റ്റിക് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലൂറസിൻ സോഡിയം, മീഥൈൽ പാരബൻ, ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, മ്യൂറക്സൈഡ്. ഏതാ വരുന്നത്? ഇതിൽ മീഥൈൽ പാരബനും ബെൻസാൽക്കോണിയം ക്ലോറൈഡ്സും ഒക്കെ പ്രിസർവേറ്റീവ്സുകളാണ് അല്ലെ, പ്രിസർവേറ്റീവ്സ് ആണ്. അപ്പം ഡയഗ്നോസ്റ്റിക് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലൂറസിൻ സോഡിയം ആണ്. കാരണം ഫ്ലൂറസിൻ സോഡിയം ചില റേസിന്റെ അണ്ടറിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില റേസ് കടത്തി വിട്ടിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ലൈറ്റിൽ ഇത് ഇലുമിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഫ്ലൂറസിൻ സോഡിയം ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ലൈറ്റിന്റെ അണ്ടറിൽ നോക്കുമ്പോൾ ഇത് ഇലുമിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടറിന് ഈസി ആയിട്ട് ഇത് ഐഡന്റിഫൈ അല്ലെ ഡയഗ്നോസിസിന് ഹെൽപ്പ് ചെയ്യും. ഇനി മ്യൂറക്സൈഡ് എന്ന് പറഞ്ഞാൽ മെറ്റൽ അയോൺ ഇൻഡിക്കേറ്റർ ആണ്. അതായത് നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന, അതായത് കാൽഷ്യം അതിന്റെ ഒക്കെ ടൈട്രേഷന് യൂസ് ചെയ്യുന്ന ഒരു മെറ്റൽ അയോൺ ഇൻഡിക്കേറ്റർ ആണ് മ്യൂറക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് ഡൈലൂട്ട് സസ്പെൻഷൻ ഈസ്. ഡൈലൂട്ട് സസ്പെൻഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, കോർട്ടിസോൺ അസറ്റേറ്റും പ്രെഡ്നിസോളോൺ അസറ്റേറ്റും ആണ് ഡൈലൂട്ട് സസ്പെൻഷന്റെ എക്സാമ്പിൾ. ആൻഡ് സിങ്ക് ഓക്സൈഡ് സസ്പെൻഷൻ ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് എക്സാമ്പിൾ ആണ്. അവിടെ 50% വെയിറ്റ് ബൈ വോളിയം ആണ് പാർട്ടിക്കിൾസിന്റെ പ്രൊപ്പോർഷൻ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മയോണൈസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എമൽഷൻ. മയോണൈസിൽ നമുക്കറിയാം ഒരു ഓയിൽ ഫേസും ഒരു വാട്ടർ ഫേസും കൂടെ ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുകയാണ് അല്ലെ. അവിടെ ഏത് ടൈപ്പ് എമൽഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓയിൽ ഇൻ വാട്ടർ ആണോ, വാട്ടർ ഇൻ ഓയിൽ ആണോ, നാച്ചുറൽ ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓയിൽ ഇൻ വാട്ടർ ആണ് കേട്ടോ. അതായത് ഓയിൽ ഗ്ലോബ്യൂൾസ് നമ്മുടെ വാട്ടർ ഡിസ്പോസ്ഡ് ഫേസിൽ ഡിസ്പോസ് ചെയ്തിട്ട് കിടക്കുകയാണ് കാണപ്പെടുന്നത്. ഡിസ്പോഷൻ മീഡിയം വാട്ടറും ഡിസ്പോസ്ഡ് ഫേസ് ഓയിലുമാണ് വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോൺ അയണിക് സർഫാക്ടന്റ്. ഇതിൽ ഏതാണ് ഒരു നോൺ അയണിക് സർഫാക്ടന്റ്? പോളി ആൽക്കോക്സിലേറ്റഡ് ഡെറിവേറ്റീവ്സ്, ഫാറ്റി ആസിഡ് ആൽക്കനോണമൈഡ്സ്, ആൽഫ ഒലിഫീൻ സൾഫേറ്റ്സ്, ബോത്ത് എ ആൻഡ് ബി. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ബോത്ത് എ ആൻഡ് ബി ആണ് കേട്ടോ. അതായത് പോളി ആൽക്കോക്സിലേറ്റഡ് ഡെറിവേറ്റീവ്സും അതുപോലെ ആൽഫ ഒലിഫീൻ സൾഫേറ്റ്, ഫാറ്റി ആസിഡ് ആൽക്കനോളമൈഡ്സ്, സോറി ആൽഫ ഒലിഫീൻ അല്ല, ഫാറ്റി ആസിഡ് ആൽക്കനോളമൈഡ്സും ആണ് നമ്മുടെ നോൺ അയണിക് സർഫാക്ടന്റ്. ഈ പറയുന്ന ആൽഫ ഒലിഫീൻ സൾഫേറ്റ് ആനിയോണിക് സർഫാക്ടന്റിന് എക്സാമ്പിൾ ആണ്. അപ്പം എല്ലാ എക്സാമ്പിളും കൂടെ കാണാതെ പഠിച്ചു വെക്കാതെ നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് എളുപ്പമായിട്ട് ഓർത്തെടുക്കാം. കാരണം ആനിയോണിക് സർഫാക്ടന്റിന് എക്സാമ്പിൾ ആണ് സൾഫേറ്റ്, സൾഫണേറ്റ്, കാർബോക്സിലേറ്റ് ഗ്രൂപ്പുകൾ. ആൻഡ് കാറ്റയോണിക്കിന് എക്സാമ്പിൾ ആണെങ്കിൽ അമീൻ സോൾട്ടും ക്വാട്ടർണറി അമോണിയവും ഹെട്രോസൈക്കിൾസുകളും. ദെൻ നോൺ അയണിക്കിന് എക്സാമ്പിൾ ആണ് പോളിയോക്സി എഥിലീൻ, പോളി ആൽക്കഹോൾ, ആൽക്കനോൾ അമൈഡ്, പോളി ഈതർ. ഓക്കെ, നമ്മൾ ഇനി ഓപ്ഷൻ നോക്കിക്കേ, കണ്ടോ? പോളി ആൽക്കോക്സിലേറ്റ്,
പോളിയോക്സി എഥിലീൻ പറയുന്നുണ്ട് അല്ലെ, അതുപോലെ പോളി ആൽക്കഹോൾസ് പറയുന്നുണ്ട്, ദെൻ ആൽക്കനോലമൈഡ്സ് അതും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഓർത്തിരിക്കണം. അല്ലാതെ നമ്മൾ ഓരോ എക്സാമ്പിൾസും എടുത്ത് പഠിക്കാൻ പോയാൽ കുറച്ചുകൂടെ പാടായിരിക്കും. അപ്പൊ നോൺ അയണിക് സർഫാക്റ്റന്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് വരുന്നത്? പോളിയോക്സി എഥിലീനും പോളി ആൽക്കഹോളും ആൽക്കനോലമൈഡും പോളി ഈതറും. അതുപോലെ തന്നെ ഓർത്ത് വെക്കുക കാറ്റയോണിക്കിൻ്റെതും ആനിയോണിക്കിൻ്റെതും. കാറ്റയോണിക് ആണെങ്കിൽ ക്വാട്ടർണറി അമോണിയം വരുന്നുണ്ട്, അതുപോലെ തന്നെ അമീൻ സോൾട്ടുകൾ വരുന്നുണ്ട്. ഇനി ആനിയോണിക് സർഫാക്റ്റന്റിന്റെ ആണെങ്കിൽ സൾഫേറ്റ്, സൾഫണേറ്റ്, കാർബോക്സിലേറ്റ് പോലുള്ളവ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റൽ പാർട്ടിക്കിൾ ടെസ്റ്റ് ഈസ് പെർഫോംഡ് ഓൺ. നമ്മൾ ഏതിലാണ്, താഴെ പറയുന്ന ഏത് പ്രിപ്പറേഷനിലാണ് മെറ്റൽ പാർട്ടിക്കിൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? ഒക്യുലാർ ഇൻസേർട്ട്, ഒഫ്താൽമിക് ഓയിൻമെന്റ്സ്, ഒഫ്താൽമിക് സൊല്യൂഷൻസ്, ഒഫ്താൽമിക് സസ്പെൻഷൻസ്. ഏതിലാണ് നമ്മൾ മെറ്റൽ പാർട്ടിക്കിൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? ഓയിൻമെന്റ്സിലാണ് കേട്ടോ മെയിൻ ആയിട്ട് മെറ്റൽ പാർട്ടിക്കിൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മുടെ ഓയിൻമെന്റിനെ നമ്മളൊരു പെട്രി ഡിഷിലേക്ക് എടുക്കും, ദെൻ അതിനെ ഹീറ്റ് ചെയ്തിട്ട് അതിനെ നല്ലൊരു ഫ്ലൂയിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ അത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് എന്തെങ്കിലും സോളിഡ് പാർട്ടിക്കിൾ ഉണ്ടോ എന്ന് നോക്കും. അത് നോക്കിയിട്ട് ഇല്ല എങ്കിൽ അതിനെ പിന്നെയും സോൾട്ടിഫൈ ചെയ്യും. ഇങ്ങനെയാണ് ആ ഒരു മെറ്റൽ പാർട്ടിക്കിൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഒഫ്താൽമിക് ഓയിൻമെന്റ്സിനാണ് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ 50 മൈക്രോമീറ്റർ സൈസിന് മുകളിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലാണ് നമ്മൾ അവിടെ മെറ്റൽ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യുന്നത്. Next question, a modified Drey's test is an official method for the evaluation of. നമ്മൾ Drey's ടെസ്റ്റ് എന്തിനുള്ള ഇവാലുവേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Acute ocular irritancy in the rabbits, pyrogenic substance present in the ophthalmic, sterility of the formulation, drainage volume of the eye. ഇവിടെ Drey's ടെസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് acute ocular irritancy in the rabbits ഇവാലുവേറ്റ് ചെയ്യാനാണ്. അപ്പം എന്തിനാണ് മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത്? ഇത് ഡെവലപ്പ് ചെയ്തത് ജോൺ എച്ച് ഡ്രൈസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതായത് നമ്മുടെ റാബിറ്റ് ഐയെ ഇറിറ്റേറ്റ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. കാരണം ഒരു പ്രോഡക്റ്റിന്റെ സേഫ്റ്റി നമ്മുടെ ഹ്യൂമൻ ഐയിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് റാബിറ്റ് ഐയിൽ യൂസ് ചെയ്താൽ എന്തെങ്കിലും ഇറിറ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അസസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് റാബിറ്റ് ഐയിൽ എന്തെങ്കിലും സ്പെല്ലിങ്സോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ റെഡിങ്സോ റെഡിഷ്നസോ ഒക്കെ വന്നാൽ നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടത് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ഈസ് ഇൻകോമ്പാറ്റബിൾ വിത്ത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഏജന്റ് ആണ് ബെൻസാൽക്കോണിയം ക്ലോറൈഡ്. ഇത് എന്തൊക്കെയായിട്ടാണ് ഇൻകോമ്പാറ്റബിൾ? അലൂമിനിയം നൈട്രേറ്റ്, സിൽവർ സോൾട്ട്, ഓൾ ഓഫ് ദ എബോവ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. അതായത് അലൂമിനിയം, നൈട്രേറ്റ്, സിൽവർ സോൾട്ട് ഇതെല്ലാമായിട്ട് ഇൻകോമ്പാറ്റബിൾ ആണ് നമ്മുടെ ബെൻസാൽക്കോണിയം ക്ലോറൈഡ്. ഇത് നമുക്ക് ആന്റിസെപ്റ്റിക്കോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവോ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആണ്. ഇവിടെ അലൂമിനിയം ആയിട്ട് ട്രീറ്റ് ചെയ്താൽ ഇത് അലൂമിനിയത്തിനെ കൊറോഡ് ചെയ്യും. അതുപോലെ തന്നെ നൈട്രേറ്റുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഹസാർഡസ് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇനി സിൽവർ സോൾട്ടുമായിട്ടാണെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവാം. എല്ലാവുമായിട്ട് ഇത് എന്താണ്, ഇൻകോമ്പാറ്റബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സസ്പെൻഷൻ ഹാവ് മോർ വോയിഡ് സ്പേസ്? ഡിഫറെന്റ് ടൈപ്പ് സസ്പെൻഷൻ ഉണ്ട്, ഫ്ലോക്കുലേറ്റഡും ഡീഫ്ലോക്കുലേറ്റഡും. അതിൽ മോർ വോയിഡ് സ്പേസ് ഉള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോയിഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ വരുന്ന പാർട്ടിക്കിൾസിന്റെ ഉള്ളിൽ വരുന്നതാണ് വോയിഡ് സ്പേസ്. ഫ്ലോക്കുലേറ്റഡിലാണോ ഡീഫ്ലോക്കുലേറ്റഡിലാണോ കാണപ്പെടുന്നത്? ഫ്ലോക്കുലേറ്റഡ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം പാർട്ടിക്കിൾസ് ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുകയായിരിക്കും അല്ലെ. ഈ ഡീഫ്ലോക്കുലേറ്റഡിൽ എങ്ങനെയാണ്, ഓരോ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ഇവിടെ ആയിരിക്കും വോയിഡ്സ് കൂടുതൽ. വോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇടയിലുള്ള സ്മോൾ സ്പേസ്. അപ്പം ഫ്ലോക്കുലേറ്റഡിലാണ് കൂടുതൽ വോയിഡ് സ്പേസ് കാണുന്നത്. ഓപ്ഷൻ എ വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കലി ഓൾ ഹ്യൂമക്റ്റൻസ് ഹാവ് സംതിങ് ഇൻ കോമൺ ദാറ്റ്. നമ്മുടെ ഹ്യൂമക്റ്റൻസ് അല്ലെ, ആ ഒരു മോയ്സ്ചറൈസിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസിങ് ലെയർ ഒക്കെ ഫോം ചെയ്യുന്ന ആൾക്കാരാണ് ഹ്യൂമക്റ്റൻസ്. ഈ ഹ്യൂമക്റ്റൻസിൽ കോമൺ ആയിട്ടുള്ളത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, എസറ്റോൺ ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പ്, ഈതർ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് കേട്ടോ. എല്ലാ ഹ്യൂമക്റ്റൻസിലും കാണപ്പെടുന്ന ഒരു ഏജന്റ് ആണ്
ഒരു OH ഗ്രൂപ്പ്. അപ്പം ഈ ഒരു OH ഗ്രൂപ്പ് ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂൾസ് ഫോം ചെയ്യും. ഇത് ഒന്നില്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്ന് വലിച്ചെടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ തന്നെ ഡീപ്പർ ലെയറിൽ നിന്നായിരിക്കും വലിച്ചെടുക്കുന്നത്. അപ്പം എങ്ങനെയാണേലും അവിടെ വാട്ടറിനെ കൊണ്ടുവന്നിട്ട് സർഫസിൽ വാട്ടറിന്റെ പ്രസൻസ് കാണിക്കുന്നവരാണ് ഹ്യൂമെക്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ദെൻ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ, സിങ്ക് പൈറത്തിൻ ഇൻ ഷാംപൂ ഈസ് യൂസ്ഡ് ആസ്. നമ്മുടെ ഷാംപൂവിൽ സിങ്ക് പൈറത്തിൻ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? കണ്ടീഷണർ, ക്ലെൻസിങ്, ആന്റി ഡാൻഡ്രഫ് ഏജന്റ്, ഡിറ്റർജന്റ്. ഏതായിട്ടാണ് യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ആന്റി ഡാൻഡ്രഫ് ഏജന്റ് ആണ് കേട്ടോ. ആന്റി ഡാൻഡ്രഫ് ഏജന്റ് എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണുന്നത് സെലീനിയം സൾഫൈഡ് ആണ്. ഓക്കെ, അതും ഒരു ആന്റി ഡാൻഡ്രഫ് ഏജന്റ് ആണ്. ഇനി മറ്റൊരു ഏജന്റ് ആണ് സിങ്ക് പൈറത്തിൻസ്. ഇത് മെയിൻ ആയിട്ട് ഒരു ഈസ്റ്റ് ലൈക്ക് ഫംഗസ് ആയിട്ടുള്ള മലേസിയ ഗ്ലോബോസയ്ക്ക് എതിരെ അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആന്റി ഡാൻഡ്രഫ് ഏജന്റ് ആയിട്ടുള്ള സിങ്ക് പൈറത്തിൻസ് ഷാംപൂവിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷണേഴ്സിന് എക്സാമ്പിൾ നോക്കിക്കേ. സിലിക്കൺസ്, പോളിക്വാർട്ടർനേറിയംസ്, ഫാറ്റി ആൽക്കഹോൾസ്. ക്ലെൻസിങ് ഏജന്റ്സിന് എക്സാമ്പിൾ ആണ് സോഡിയം ലോറൈൽ സൾഫേറ്റ് പോലുള്ളവ. ആൻഡ് ഡിറ്റർജൻസിന് എക്സാമ്പിൾ ആണ് സോഡിയം ലോറൈൽ സൾഫേറ്റും അതുപോലെ തന്നെ സോഡിയം ലോറൈൽ സൾഫേറ്റ്സുകൾ. ഓക്കെ, അപ്പം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ പല ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നവയാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതലും കൺസെപ്റ്റുകൾ പഠിച്ചു വെക്കുക. കൺസെപ്റ്റുകൾ നമ്മൾ ഒറ്റ ടൈമിൽ വായിച്ചാൽ മതിയാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴാണ് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ ഇനിയും കവറപ്പ് ചെയ്യാനുള്ളത്, അതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. സോ ഇതുപോലുള്ള MCQ സീരീസ് വരുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.